നമസ്കാരം മക്കളെ, ആകാശ് മാഷാണ്. എടാ പരീക്ഷ ഇതാ ഇങ്ങെത്തിപ്പോയി. നമ്മളിപ്പോ ജൂൺ കഴിഞ്ഞ് ജൂലൈ മാസത്തിലാണ് നിൽക്കുന്നത്. ആഗസ്റ്റ് മാസം രണ്ടാമത്തെ വീക്കിലെ രണ്ടാമത്തെ ആഴ്ച നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പരീക്ഷ ആരംഭിക്കുകയാണ്. അപ്പോ ഓരോ വിഷയത്തിലും എത്രയൊക്കെ ചാപ്റ്റേഴ്സ് ആണ്, ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓണ എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത് എന്നാണ് മാഷ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പൊ എല്ലാം റെഡി അല്ലേ? അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എന്തായാലും ഓണം എക്സാം ഉണ്ടാവും നമുക്കറിയാം. അപ്പൊ ഓണം എക്സാമിന് എന്ത് ചെയ്യണം, നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ സ്കൂളിലാണെങ്കിൽ കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ബാച്ചിനകത്ത് പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത് ഒക്കെ കുട്ടികൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണം, അതോടൊപ്പം തന്നെ സെറ്റ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ചെയ്ത് പഠിക്കണം. അങ്ങനെ ഒരു ടെൻഷനും ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളൊരു പരീക്ഷയെ നേരിടാൻ വേണ്ടി പോവാണ്. അപ്പൊ ഓരോ വിഷയത്തിലും ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പരീക്ഷയ്ക്ക് ഉണ്ടാവുക എന്ന് നോക്കിയാലോ മക്കളെ. മലയാളത്തിന് ആദ്യത്തെ 2 യൂണിറ്റുകൾ, ഒന്നാമത്തെ യൂണിറ്റിലെ ചിറക് വിരിച്ച് എന്ന് പറയുന്ന യൂണിറ്റിന്റെ പേര് 2 ഭാഗങ്ങളുണ്ട്, മണ്ണാങ്കട്ടയും കരിയിലയും അരികെ അകലെ. അപ്പൊ 2 ഭാഗങ്ങളും നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. ഇനി നമ്മുടെ സിലബസ് പ്രകാരം എന്താണ്, രണ്ടാമത്തെ യൂണിറ്റിലെ ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിലെ ചേർത്ത് പിടിക്കാമെന്ന് പറയുന്ന ഭാഗവും നമ്മുടെ പരീക്ഷയ്ക്ക് പഠിക്കേണ്ട ഭാഗമാണ്. അപ്പൊ നമുക്കറിയാം ഇപ്പൊ സ്കൂളിൽ എന്താ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ സ്കൂളിൽ ചാപ്റ്റേഴ്സ് ഒന്നും ഇത്രത്തോളം എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, നീങ്ങിയിട്ടുണ്ടാവില്ല. എങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എക്സാം ആവുമ്പോഴേക്കും ഇനിയും മുന്നോട്ട് എന്നുള്ള യൂണിറ്റിലെ ചേർത്ത് പിടിക്കാം എന്നുള്ള ഭാഗം കൂടി എന്ത് ചെയ്യണം, നന്നായിട്ട് വായിച്ചു വെക്കണം. അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പരീക്ഷയ്ക്ക് എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. അടുത്തത് പരിസര പഠനമാണ്, എൻവയോൺമെന്റ് സയൻസ് EVS ആണ്. അപ്പൊ EVSനകത്ത് ഒന്നാമത്തെ യൂണിറ്റ് നമുക്കറിയാം ജീവികളും ചുറ്റുപാടും അല്ലെ, ഓർഗാനിസംസ് ആൻഡ് സറൗണ്ടിങ്സ്. അത് എന്തായാലും എന്ത് ചെയ്യും, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഈ ഒരു ഭാഗത്തുനിന്നായിരിക്കും. എന്തായാലും പരീക്ഷയ്ക്ക് എന്ത് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങളായിട്ട് വരും. ഇനി രണ്ടാമത്തെ എന്താണ്, ഇന്ത്യ എന്റെ രാജ്യം, ഇന്ത്യ ഈസ് മൈ കൺട്രി. ഇതാണ് രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത്. അതും നിങ്ങൾ എന്ത് ചെയ്യണം, നന്നായിട്ട് പഠിക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. മൂന്നാമത്തെയും കൂടി നമ്മൾ എന്ത് ചെയ്യുക, ആഗസ്റ്റ് മാസത്തിൽ തീരേണ്ട യൂണിറ്റ് ആണ്, സ്റ്റാർട്ട് ചെയ്യുന്ന യൂണിറ്റ് ആണ് ചിറകുള്ള കൂട്ടുകാർ, വിങ്ഡ് ബഡീസ് എന്ന് പറയുന്ന യൂണിറ്റ്. അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ തുടക്കം കൂടി എന്ത് ചെയ്യണം, അറിഞ്ഞു വെക്കണം. അപ്പൊ ആദ്യത്തെ 2 ആണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. അപ്പോ ഇവിടെ മലയാളം വരികയാണെങ്കിൽ മലയാളത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് മാഷ് ഇപ്പൊ പറഞ്ഞു, ഒന്ന് മണ്ണാങ്കട്ടയും കരിയില എന്നുള്ള ഭാഗമാണ്. യെസ്, അയ്യോ ഓക്കെ. ഇനി രണ്ടാമത്തത് അരികെ അകലെ, അതുപോലെ ചേർത്ത് പിടിക്കുക. ഇത് 3 എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത പരിസര പഠനത്തില് ജീവികളും ചുറ്റുപാടും, ഇന്ത്യ എന്റെ രാജ്യം എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ചിറകുള്ള കൂട്ടുകാരെ കൂടി എന്ത് ചെയ്യുക, ഒന്ന് ടച്ച് ചെയ്യുക. അടുത്തത് ഇംഗ്ലീഷ് ആണ്, ബിയോണ്ട് ഫിയർ, വോയിസസ് ഇൻ യുണീസൺ. ഈ 2 യൂണിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അപ്പോ മൂന്നാമത്തെയും കൂടി പേജസ് ഓഫ് വണ്ടർ എന്ന് പറയുന്ന മൂന്നാമത്തെയും കൂടി എന്ത് ചെയ്യണം, തുടങ്ങി വെക്കണം എന്നാണ്. അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമ്മുടെ ഭാഗ്യക്കേട് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലോ അപ്പൊ അതുകൂടി നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം. നമ്മൾ നന്നായിട്ട് പഠിക്കേണ്ടത് ആദ്യത്തെ 2 യൂണിറ്റുകളാണ്. ഇനി അടുത്തത് മാത്സ് ആണ്. അപ്പൊ മാത്സിനകത്ത് നിങ്ങൾ എത്ര യൂണിറ്റ് പഠിക്കണം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് പറയാനുള്ളത് 3 യൂണിറ്റ് ആണ്. ലൈൻസ് ആൻഡ് ഷേപ്സ്, വരകൾ രൂപങ്ങൾ, 1000 കടന്ന്, ബിയോണ്ട് തൗസൻഡ്സ്, എത്ര സംഖ്യകൾ, ഹൗ മെനി നമ്പേഴ്സ് എന്ന് പറയുന്ന 3 യൂണിറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പഠിച്ചു വെക്കണം. 3 യൂണിറ്റ് ആണ് ഏറ്റവും നന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പഠിക്കേണ്ടത്. പിന്നെ പിന്നെ ആഗസ്റ്റ് മാസം വരുന്നതാണ് കൂടുന്ന കൂട്ടം എന്ന് പറയുന്നത്. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യണം, അത്രത്തോളം എന്ത് ചെയ്യേണ്ട, പ്രാധാന്യം കൊടുക്കേണ്ട. ആദ്യത്തെ 3 എണ്ണമാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇത്രയും യൂണിറ്റുകൾ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഓണം എക്സാമിന് വേണ്ടി പഠിക്കേണ്ടത്. അപ്പൊ നിങ്ങൾ ആകെ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇതൊന്നും എന്ത് ചെയ്തിട്ടില്ല, സ്കൂളൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. എന്തായാലും എന്ത് ചെയ്യും, നമ്മുടെ എക്സാം ആകുമ്പോഴേക്ക് ഇതൊക്കെ എന്ത് ചെയ്യും, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യും. നിങ്ങൾ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക, ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കഴിഞ്ഞ യൂണിറ്റ് ഉണ്ടാവുമല്ലോ, ഇപ്പൊ കഴിഞ്ഞ പാഠങ്ങൾ, ഒന്നാമത്തെ യൂണിറ്റ് എല്ലാവരുടെയും കഴിഞ്ഞിട്ടാന്ന് വിചാരിക്കുന്നു. ആ യൂണിറ്റ് മുതൽ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുക. അപ്പൊ നേരത്തെ കഴിഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു തുടങ്ങുമ്പോൾ ഇനി അങ്ങോട്ട് എടുക്കുന്ന കാര്യങ്ങൾക്ക് എന്ത് ചെയ്യാം, കുറച്ചുകൂടി സമയം കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ അടിപൊളിയായി ഹാപ്പി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് എക്സാം എഴുതണം. മക്കളെ, നമ്മുടെ എജുപോർട്ടിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ സ്കൂളിൽ എത്രത്തോളം പുറകിലായാലും, ചാപ്റ്റേഴ്സ് പുറകിലായാലും ഒരു ടെൻഷനും വേണ്ട. നമ്മൾ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ചിനകത്ത് എല്ലാ ചാപ്റ്റേഴ്സും, ഈ പറഞ്ഞ ചാപ്റ്റേഴ്സ് ഒക്കെ ഓൾറെഡി എന്ത്
ചെയ്തിട്ടുണ്ട്, നമ്മൾ നൽകിയിട്ടുണ്ട്. അപ്പൊ കുട്ടികളൊക്കെ എന്ത് ചെയ്യാണ്, പഠിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചോദ്യങ്ങൾ വരുന്ന സമയത്ത് ചോദ്യങ്ങളൊക്കെ അടിപൊളിയായിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആൻസർ ചെയ്യുന്നത്. നമ്മൾ ഇനി എന്ത് ചെയ്യും, ഓണം എക്സാമിന്റെ തൊട്ട് മുന്നേ എജുപോർട്ട് ആപ്പിനകത്ത് സൂപ്പർ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യുന്ന മക്കൾ എന്താണ്, നമ്മുടെ മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടാണ് എന്തിലേക്ക് വരുന്നത്, ഓണം എക്സാമിലേക്ക് വരുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടാണ് മക്കൾ എന്ത് ചെയ്യുന്നത്, മക്കൾ ഓണം എക്സാമിലേക്ക് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാം. നമ്മളൊരു പുതിയ ബാച്ച് ആരംഭിക്കുകയാണ്. അപ്പൊ ഒരു അടിപൊളി ബാച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇനി ആരംഭിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ഈ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാനുള്ള ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഇപ്പോൾ എന്താണ്, ഇതിലൊരു ക്യാഷ് പറയുന്നില്ലേ, 2590 രൂപയാണ് ക്യാഷ് അടക്കേണ്ടത്. അപ്പോൾ മാഷെ ഇപ്പോൾ പൈസേന്റെ ഒക്കെ പ്രശ്നമുണ്ട്, ഞങ്ങൾക്ക് എന്തല്ല, ഞങ്ങൾ ഇപ്പം ക്യാഷ് അടച്ച് ജോയിൻ ചെയ്യില്ല, കുറച്ചുകൂടി കഴിഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യാം, ആലോചിക്കാം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ കമന്റ് ബോക്സിനകത്ത് അവിടെ നമ്മുടെ ബാച്ചിനകത്ത് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാം. ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ആണ് കാണുക. അവിടെ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, മീഡിയം, അതുപോലെ മൊബൈൽ നമ്പർ ഇത്ര മാത്രം ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നമുക്ക് നേരിട്ട് എന്ത് ചെയ്യാം, നേരിട്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടി പറ്റും. ഇപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പൈസയും കാര്യങ്ങളൊന്നും അടക്കണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ഗൂഗിൾ ഫോമിൽ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. ഇപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്താ ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോസ് കാണുന്നതും നിങ്ങളുടെ ഡൗട്ടുകളും ഒക്കെ എന്ത് ചെയ്യുന്നു ക്ലിയർ ആയിട്ട് പറയുന്ന ഒരു മെന്റർ സപ്പോർട്ടോട് കൂടി, ടീച്ചേഴ്സുമായിട്ട് നേരിട്ടുള്ള ഇന്ററാക്ഷൻസോട് കൂടി, അടിപൊളിയായിട്ടുള്ള റെക്കോർഡ് ക്ലാസ്സുകളോട് കൂടി, അതുപോലെ നമ്മുടെ സ്കൂളിനകത്ത് നമുക്ക് സ്കൂളിൽ ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡേ എല്ലാ ദിവസത്തെയും പരിപാടികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ആഘോഷിക്കാറുണ്ട്. അങ്ങനെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ ആ സ്കൂളിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂസ് ക്വിസുകൾ ഉണ്ടാവാറുണ്ട്. അതിലുള്ള ന്യൂസുകൾ ഇതൊക്കെ ലഭിക്കുന്ന എന്താണ് ഒരു അടിപൊളി ബാച്ചാണ് നമ്മുടെ എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച്. ഇപ്പൊ ബാച്ചിനകത്തേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പൊ പൈസയെ പറ്റി ഒന്ന് ആലോചിക്കേണ്ട ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന കമന്റ് ബോക്സിലെ നമ്മുടെ ആ ഗൂഗിൾ ഫോം എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് വെക്കുക. ഇനി മക്കളെ, നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ മാഷ് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് നമ്മുടെ ലൈവ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നോട്ടുകൾ വേണ്ടേ, ലൈവിന്റെ നോട്ടുകൾ വേണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ന്യൂസുകൾ, എല്ലാ ദിവസത്തെ ന്യൂസുകളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ A+ ഗ്രൂപ്പിലൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ന്യൂസുകൾ കിട്ടാൻ വേണ്ടി, ലൈവ് കഴിഞ്ഞ നോട്ടുകൾ കിട്ടാൻ വേണ്ടി, ഹോംവർക്ക് കിട്ടാൻ വേണ്ടി, PDF കിട്ടാൻ വേണ്ടി നമ്മളൊരു A+ ബാച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു A+ ഗ്രൂപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നിങ്ങൾക്കും എന്ത് കിട്ടും, ഇതുപോലെ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് കിട്ടും, നിങ്ങൾക്കും ആ ന്യൂസുകൾ കിട്ടും, അതുപോലെ തന്നെ അതിൽ PDF കിട്ടും, ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും. അപ്പൊ ഇതൊക്കെ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ A+ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.